വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടത് സൈബർ ഗ്രൂപ്പുകളെ പ്രതിരോധത്തിലാക്കി ഹൈക്കോടതിയിൽ പോലീസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലും പേജുകളിലുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി രക്ഷയില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. പ്രശംസിക്കാന്ന് കരുതരുത്. യു ആർ എ വെരി ലക്കി. ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:13 റിവേഷ് എന്നയാളാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്. സ്ക്രീൻഷോട്ട് ഇയാൾ തന്നെ നിർമ്മിച്ചതാണോ അതോ എവിടെ നിന്നെങ്കിലും ലഭിച്ചതാണോ എന്നറിയാൻ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. സ്ക്രീൻഷോട്ട് രണ്ടാമത് വന്നത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇതിനുശേഷം അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിൽ സ്ക്രീൻഷോട്ട് എത്തി. എന്താ MSP പറയുന്നത്? എന്റെ തലക്ക് വല്ല ഓളുണ്ടോ? അതാ എനിക്കും തോന്നിയത്, ഓളുണ്ടെന്നാ. എടാ, മേലാങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? പേജിന്റെ അഡ്മിനായ മനീഷാണ് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 25 രാത്രി 8:23 പോരാളി ഷാജി എന്ന പേജിൽ സ്ക്രീൻഷോട്ട് എത്തുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല എന്നുള്ളത്. ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞോ നീ ഒരു പമ്പരവിട്ടിയാണെന്ന്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില അടവ് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഞങ്ങൾ ജനിച്ചതും വളർന്നതും രാഷ്ട്രീയം പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ആയ നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഒന്നും ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാടല്ല ഉണ്ടായിരുന്നത്. സഖാക്കളെ, അതുകൊണ്ടാണ് പ്രസിഡന്റിന്റെ പാർട്ടിക്ക് ദീർഘവീക്ഷണമില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ഇവർ സാമ്രാജ്യത്തെ കഴുകന്മാരുടെ ദൂതന്മാരാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ആ ഭൂരിപക്ഷത്തിലും നമ്മൾ കണ്ടതാണ്. LDF വരും, എല്ലാം ശരിയാകും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.